മഴ വരുന്നുണ്ട്, എൻ്റെ ചുറ്റുമഴ പെയ്യുവാണ്. ഇന്ന് കാക്കയുടെയും കുറുക്കൻ്റെയും കല്യാണം. അച്ചപ്പം ഹരിതാപവും ഇച്ചിരി കൂടുതലാണ് ഞങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. കോട്ടപ്പാറ എന്ന് പറയും. നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്നാലുണ്ടല്ലോ, ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിലും വന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ മഴ പെയ്ത ഒരു ചെറിയ പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ നോക്കി, ഞാൻ വന്ന സ്ഥലം കണ്ടോ, എന്നാ ഒരു അടിപൊളി ഒരു വ്യൂ ആണെന്ന് നോക്കി. ആ മഞ്ഞു മക്കളെ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ നാട്ടിലാട്ടോ. എൻ്റെ നാട് പത്തനംതിട്ട. അപ്പോൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ പത്തനംതിട്ട വീക്കോട്ടയം പാറയുടെ മുകളിലാട്ടോ. അപ്പോൾ നല്ലൊരു ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഇളം കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള വായുവാണ് ഇവിടെ. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നല്ല ശുദ്ധമായ വായുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ടോപ്പിലാണ്. എപ്പോഴും അത് കാര്യം ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങൾക്കിവിടെ കുറച്ച് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അച്ചപ്പം ഹരിതാപവും ഇച്ചിരി കൂടുതലാണ് ഞങ്ങൾക്ക്. നമ്മുടെ നാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രത്യേകതകളൊക്കെ ഉള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് ടോപ്പ് വരയ്ക്ക് നമുക്ക് വരാം, ഫാമിലിയായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം. ഇവിടെ യാതൊരു വിഷയമില്ല. നല്ല അടിച്ചു പൊളിച്ച് നല്ല വൈകുന്നേരങ്ങളിൽ സമയങ്ങളിൽ നല്ല ഇളങ്കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇതുവഴി കൂടെ മഴ നനഞ്ഞ് പതുക്കെ നടന്നു പോകുന്നതെന്ന് ആലോചിച്ച് പോയി. എന്നാ ഒരു അനുഭവമാണെന്നറിയാം. വൈകുന്നേരങ്ങളിലെ നമ്മളിവിടെ വരുമ്പോൾ ചെറിയൊരു ചാറ്റമഴയും ഒരു ഇളം കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവുകയോ നമുക്ക് കിട്ടുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഇതുപോലൊരു വ്യൂ പോയിൻ്റ് വന്നിട്ട്, വേറെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ പോയിൻറ്റ്സ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല. നിങ്ങൾക്ക് നൈസായിട്ട് വ്യൂ പോയിൻ്റ് ടോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നു, ഇറങ്ങി വ്യൂ പോയിൻ്റ് ആസ്വദിക്കുന്നു, മതിയാവോളം ശുദ്ധമായി ശ്വസിക്കുന്നു, പോകുന്നു. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ചെറുതായിട്ടൊരു ചാറ്റമഴ പെയ്യുന്നുണ്ട്. അങ്ങനാണെങ്കിൽ നമുക്കിന്നൊരു പൊളി വൈബ് കിട്ടും, ഉറപ്പാണ്. കണ്ടോ വെള്ളം പെയ്യുന്നതിൻ്റെ ഒരു പാടാണല്ലോ. ചെറിയൊരു മഴ, ചെറിയൊരു വെയിൽ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു മഴയും വെയിലും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ പറയും ഇന്ന് കാക്കയുടെയും കുറുക്കൻ്റെയും കല്യാണമാണ്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ മഴയും വെയിലും വരുമ്പോൾ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എക്സൈറ്റ്മെൻറ്റ്. നല്ലൊരു മഴ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പൊളിക്കും. മൊത്തം നനഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കുറേ നാളായി മഴയത്ത് ഇങ്ങനെ നടന്നിട്ട് ഇതുവഴി കൂടെയൊക്കെ. പണ്ട് മഴ പെയ്യുന്ന സമയത്ത് ചുമ്മാ മുറ്റത്തൂടൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവം. ഇപ്പോൾ അല്ലേ മഴ നനഞ്ഞാൽ പനി വരും, അത് വരും, ഇത് വരും എന്നൊക്കെ. നല്ലൊരു സൗണ്ട്. മഴ വരുന്നുണ്ട്, അന്യായ മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മഴയത്തൂടെ നടക്കാൻ പോകട്ടോ. ഈ കോട്ടപ്പാറയുടെ മുകളിൽ കൂടെ നമ്മൾ മഴയത്തൂടെ നടക്കാൻ പോവാ. നിങ്ങൾക്ക് ആ മഴയുടെ സൗണ്ട്, ഇരച്ച് വരുന്നതിൻ്റെ സൗണ്ട് കേൾക്കാമോ? ദേ ഇഞ്ഞടുത്തെത്തി. ആ പാറ കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ അടുക്കൽ തന്നെ മഴ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളപ്പം മഴയത്തൂടെ ഒരു സവാരി നടത്തി കേട്ടോ, നമ്മുടെ സ്കൂട്ടറിലെ. മഴ എത്തിന് ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഇറക്കുന്ന കാറ്റിൻ്റെ സൗണ്ടോ വണ്ടി പോകുന്ന സൗണ്ടൊന്നുമല്ല, നല്ല മഴ പെയ്യുന്നതിൻ്റെ സൗണ്ടാണ്. നോക്കണേ, ഇവനിവിടെ വന്നാൽ എല്ലാവർക്കും കാവലായിട്ടുണ്ടാവും കേട്ടോ. പുള്ളിക്കാരന് ഒരു നൈസ് സെറ്റപ്പാണ്. എന്തേലും കൊടുത്താൽ മതി, പുള്ളിക്കാരൻ പിന്നെ നമ്മുടെ കൂടെ കൂടിക്കോളും. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഒക്കെ വേറെ ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുവരാണെങ്കിൽ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ ആൾക്കാരായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോളും. ഈ അവിടെയൊക്കെ ഫുള്ള് മഴ കേട്ടോ, അത്രയും ഭാഗം ഫുള്ള് മഴ. ഈ പഞ്ചായത്ത് കരമടച്ചിട്ടില്ലെന്ന് തോന്നുന്നു കാഴ്ച. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുക. മഴ പെയ്ത് കുറച്ച് നമുക്കൊന്ന് നനയണമെന്നുണ്ട്. നമ്മൾ മഴയും നോക്കി ഇങ്ങനെ നിൽക്കുക. എങ്കിലേ ഞങ്ങളുടെ നാട്ടിലെ ആ വൈബേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ആ മഴയത്തൂടെ ഞങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നൊരു ഫീലുണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം തന്നെ. ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു കോടയൊക്കെ അടിയും. ആ സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് കപ്പലണ്ടി തിന്നണം. കപ്പലണ്ടി ഇങ്ങനെ എറിഞ്ഞ് കപ്പലണ്ടി കാണണം. വൈബേ. നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്നതുണ്ടോ, ആ ഒരു 2-3 മല മൊത്തം മഴയെ കുളിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇതുവരെ മഴ വന്നിട്ടില്ല. മഴ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഈ പഞ്ചായത്ത് കരമടയ്ക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നിവിടെ മഴയില്ല.
തൊട്ടടുത്ത മഴയുടെ ലൊക്കേഷൻ നോക്കി നമുക്ക് പോവാം. അപ്പോൾ മഴ നനയുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാവേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.